ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരത്തിന് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ സ്നേഹവതിയായ ഭാര്യയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ സ്നേഹവതിയായ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ ഇടവും വലവും തിരിയാൻ സമ്മതിക്കാതെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് ഭർത്താവിൻ്റെ വസ്ത്രധാരണത്തിലും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഓരോ പോയിന്റിലും നോക്കി അഭിപ്രായം പറയുന്ന ഒരു ഭാര്യ. അഭിപ്രായങ്ങൾ പറയാൻ മാത്രമാണുള്ളൂ കേട്ടോ സ്നേഹവും ആ കരുതലും കാര്യങ്ങളൊക്കെ. ഭർത്താവിൻ്റെ ഒരു നേരത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളോ അതൊന്നും ഉണ്ടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പി കൊടുക്കാനുള്ള ശ്രമമോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരു ഭാര്യ. 2 ആഴ്ച കൂടുമ്പോഴാണ് ആ ഭർത്താവ് ജോലി സ്ഥലത്ത് നിന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ ആ 2 ആഴ്ച കൂടുമ്പോൾ വരുന്ന സമയത്ത് കൈ നിറയെ സാധനങ്ങൾ, പലഹാരങ്ങളും അതുപോലെ പച്ചക്കറികളായാലും ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു കൂട്ടുകുടുംബമാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു സാഹചര്യം കേട്ടോ. അപ്പോൾ ഈ കൂട്ടുകുടുംബം ആയതുകൊണ്ടും പിന്നെ പൊതുവെ പണിയെടുക്കാൻ മടിയുള്ള സ്ത്രീകൾ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേൽക്കും, പല്ല് തേക്കും, ചായ കുടിക്കും, അത് കഴിഞ്ഞ് അവൻ്റെ റൂമിൽ പോയിട്ടിരിക്കും. അത് കഴിഞ്ഞ് വന്നാൽ ടിഫിൻ കഴിക്കേണ്ട സമയമായ ടിഫിൻ കഴിക്കും, അത് കഴിഞ്ഞ് റൂമിൽ പോയിരിക്കും. അങ്ങനെ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വരാൻ മാത്രം അവർക്ക് പ്രശ്നങ്ങളില്ല കേട്ടോ. എന്നാൽ പണികൾ അറിയാതെയല്ല, മടി പിടിച്ചിരിക്കുന്നവരുടെയും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. മടിയത്തരമുള്ളവരുടെ കയ്യിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഇങ്ങനെയാണ് കേട്ടോ. അതുപോലെ അഭിനയിക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയാണ്. കാരണം അവർക്ക് പണിയൊന്നും അറിയില്ല എന്നുള്ള പോലെയാണ് അവരിയ്ക്കുക. പക്ഷേ അവർക്ക് വേണ്ട സമയത്ത് വേണ്ടത് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് കേട്ടോ. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞ് ഭർത്താവ് വരുന്ന സമയത്ത് ഭർത്താവിൻ്റെ അടുത്ത് അപ്പോൾ അവരുടെ റൂമിൽ പോയിരുന്ന് ഭർത്താവിനോട് ഈ 2 ആഴ്ച കാലത്ത് ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കൊടുക്കും. അപ്പോൾ പൊതുവേ പുരുഷന്മാർ വീട്ടിലധികം സംസാരിക്കാത്തവരാണ്, കുറച്ച് ഗൗരവക്കാരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീട്ടിലൊരു പ്രശ്നം വേണ്ടാച്ചിട്ട് ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നവരും ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അത് അപ്പം ചോദിച്ചാൽ തീർന്നു ആ കാര്യങ്ങൾ അല്ലേ, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാം. അപ്പോൾ ഇത് കാലങ്ങളോളം അഗ്നിപർവ്വതം പുകയുന്ന പോലെ പുകഞ്ഞിട്ട് അവസാനം ഒരു സുപ്രഭാതത്തിലാണ് ഇത് പൊട്ടിത്തെറിക്കുക. അതുവരെയും ആർക്കും മനസ്സിലാവില്ല ഈ ഒരു സ്ത്രീ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇവരുടെ സ്വഭാവം എന്നുള്ളത് ഒരാളും മനസ്സിലാക്കാത്ത രീതിയിൽ അത്രയും നയപരമായിട്ട് എല്ലാവരോടും ഇടപെടാനും ചിരിച്ച് കളിച്ച് സംസാരിക്കാനും ഒക്കെ കഴിയും. പക്ഷേ കുറേ കഴിയുമ്പോൾ ഭർത്താവിന് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട്, ഭാര്യ എന്ന് പറഞ്ഞാൽ എന്തായാലും സ്നേഹം ഉണ്ടാവും, പിന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൂടുതൽ തോന്നുന്നത് എന്താ വെച്ചാൽ തൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, തന്നോട് സ്നേഹമായി പെരുമാറുക. അപ്പോൾ അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ആ ഒരു ഇഷ്ടം കൂടുതലും പ്രത്യേകിച്ചുണ്ടാവും അല്ലേ. അപ്പോൾ സ്നേഹം കിട്ടുമ്പോൾ അങ്ങോട്ട് തിരിയുന്ന സ്വഭാവം പ്രത്യേകിച്ചും ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലോടി സംസാരിക്കുക, സംസാര രീതിയിൽ, അതായത് വിളിപ്പേരുകൾ പലതും, സ്വത്ത്, പൊന്നു, മുത്ത് എന്നൊക്കെ പറയുന്ന പോലെ, ഇന്നത്തെ ആൾക്കാർ വിളിക്കുന്ന പോലെ അങ്ങനെയൊക്കെ വിളിക്കുക. അതുപോലെ തന്നെ ഭർത്താവിനോട് കിണിങ്ങി സംസാരിക്കുക എന്ന് പറയും പണ്ടത്തെ രീതിയിൽ. എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. അങ്ങനെ സംസാരിക്കുക, അതിലെല്ലാം ആ ഭർത്താവ് വീണു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് ഒരു രീതിയിലുള്ള പെരുമാറ്റം, ഭർത്താവ് വീട്ടിലുള്ള സമയത്ത് വേറൊരു രീതിയിൽ പെരുമാറ്റം. അപ്പോൾ ഭർത്താവ് വിചാരിക്കും എൻ്റെ ഭാര്യ എത്ര നന്നായിട്ടാണ് എൻ്റെ വീട്ടുകാരോട് പെരുമാറുന്നത്, എൻ്റെ അമ്മയോടും സഹോദരങ്ങളോടും. അതുപോലെ തന്നെ കൂട്ടുകുടുംബമാകുമ്പോൾ ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ എല്ലാവരോടും പെരുമാറുന്നത്, ഇങ്ങനൊരു ഭാര്യയെ കിട്ടിയ ഞാൻ ഭാഗ്യവാൻ തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലം. എന്നാൽ ഇങ്ങനെയൊക്കെ ഭർത്താവിനോട് പെരുമാറുന്നുണ്ടെങ്കിലും ഭർത്താവ് വരുന്ന ദിവസം ഭർത്താവിന് വേണ്ട ഇഷ്ടപ്പെടുന്ന കറികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കില്ല. അപ്പോൾ അത് അമ്മയോ അല്ലെങ്കിൽ സഹോദരി ആരോ വീട്ടിലുള്ള വെച്ചാൽ അവരുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വിളമ്പി കൊടുക്കാൻ മുൻപന്തിയിൽ നിൽക്കൂട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, വന്നു കഴിഞ്ഞാൽ ഈ 2 ആഴ്ചത്തെ കാര്യങ്ങൾ പൊടുപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞപ്പോൾ കുട്ടികളെ പൊന്നുപോലൊക്കെ നോക്കും. ഇപ്പോൾ നമ്മൾക്ക് ആരുടെ കുട്ടികളാണെങ്കിലും കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവനല്ലേ. കുഞ്ഞു കുട്ടികളോട് നമുക്ക് വല്ല പകയോ വൈരാഗ്യോ വല്ലതുണ്ടോ? ഒന്നുമില്ല. പക്ഷേ പ്രത്യേകിച്ച് പിന്നെ നമ്മുടെ മകൻ്റെ അല്ലെങ്കിൽ സഹോദരൻ്റെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇഷ്ടം കൂടും അല്ലേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കുട്ടികൾ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും ഭർത്താവ് ഇല്ലാത്ത സമയത്താണ്, അതിനെന്താ വല്ലോൻ്റെ കുട്ടിയല്ലേ അല്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയണത് എന്നൊക്കെ പറയും. അപ്പോൾ അതായത് വേർതിരിവ് അവിടെ കാണിച്ചു തുടങ്ങിപ്പിക്കുകയാണ് അങ്ങനെ. അപ്പോൾ ഈ നല്ല രീതിയിൽ അല്ലെങ്കിൽ മര്യാദയുള്ള കുടുംബമാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല. വേണ്ട കുടുംബത്ത് വഴക്ക് വേണ്ടെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്. ഞാൻ കുഞ്ഞുകുട്ടിയാണ്, പക്ഷേ എന്നാലും എനിക്കിപ്പോഴും അതിങ്ങനെ ഓർമ്മ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയാന്ന് കേട്ടോ.
ഇപ്പോഴാണ് നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് നമ്മളത് അതാണ് ഇങ്ങനെയെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അടുത്ത വീട്ടിലൊരു അമ്മൂമ്മ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ അമ്മൂമ്മ ഇപ്പോൾ ഇവരുടെ ഭർത്താവിൻ്റെ അമ്മോട് പറഞ്ഞു, നീ ആയതുകൊണ്ട് മിണ്ടാണ്ടിരുന്നു, ഞാനത് ചോദിക്കുമ്പോൾ എൻ്റെ കുട്ടീനെയും കൊണ്ടിട്ടാണോ നീ എൻ്റെ വീട്ടിൽ ജീവിക്കുന്നതെന്ന് ചോദിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ പറഞ്ഞു, വേണ്ട, പ്രശ്നങ്ങളൊന്നും വേണ്ട, അവൻ ഇവിടെ ഇല്ല, വെറുതെ നമ്മളെന്തിനാണ് പ്രശ്നത്തിൽ നിൽക്കുന്നത്, അവൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും നമുക്കറിയാം, അവനറിയില്ല, അവൻ വരുമ്പോൾ അവൻ്റെ മുന്നിൽ വേറെ രീതിയിൽ, നമ്മുടെ മുന്നിൽ വേറെ രീതിയിൽ അവൾ പ്രവർത്തിക്കുന്നത്, പിന്നെ എങ്ങനെയാണെന്ന് പറയും. അപ്പോൾ ഈ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് അടുത്ത വീടുകളിലൊക്കെ പോയിട്ട് ഇരുന്ന് ഓരോരുത്തരുടെ അടുത്തു നിന്നും എനിക്ക് ഭക്ഷണം കിട്ടിയില്ല, അങ്ങനെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് അവരുടെ കുറ്റങ്ങളും ഇവിടെ നമ്മുടെ വീട്ടിൽ വന്ന് പറയുക. അപ്പോൾ അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, തീരെ വൃത്തിയില്ല, വെടുപ്പില്ല എന്നൊക്കെ പറയുക. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കാലഘട്ടം കഴിഞ്ഞു, മക്കളായി, മക്കളെ ഏകദേശമൊക്കെ വളർന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഒറ്റയ്ക്ക് ജീവിക്കാം, കാരണം മക്കളെ നോക്കലെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി ഒറ്റയ്ക്ക് ജീവിക്കാം എന്നുള്ളതായി. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അപ്പോൾ അവരുടെ സ്വഭാവ രീതികളിലും വ്യത്യാസം വന്നു കേട്ടോ. അപ്പോൾ ഈ ഭർത്താവിനോട് കാണിക്കുന്ന സ്നേഹം അഭിനയം മാത്രമായിരുന്നു എന്നും ഭർത്താവ് കുറേശ്ശെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയെങ്കിലും ആളുടെ വീട്ടുകാരോടോ അമ്മയോടോ സഹോദരിയോടോ അല്ലെങ്കിൽ ചെറിയമ്മമാരോടോ ആരോടും പറഞ്ഞില്ല. പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കയ്യിലും തെറ്റുണ്ട്. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാകുമ്പോൾ അത് ചോദിക്കാത്തത് എൻ്റെ തെറ്റാണ്, ഞാൻ ചോദിച്ചു വെച്ചാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് സ്വയം ആൾക്ക് തോന്നിയത് കൊണ്ട് ആൾ ആരോടും ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരുപാട് സഹിച്ചിട്ട് അവസാനം ആൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വഴക്കുകൾ തുടങ്ങി, കാര്യങ്ങൾ പുറത്ത് ഓരോന്ന് അറിയൽ തുടങ്ങി. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ആ ആളെ അവർ വീട്ടിൽ നിന്നും അമ്മയും മക്കളും കൂടിയിട്ട് തല്ലി പുറത്താക്കി എന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ സ്നേഹവതിയായ ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ച് കയ്യിലെടുത്ത് കൊണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ചുറ്റുപാടുകളാണെങ്കിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുടുംബത്തിൽ കലഹം ഉണ്ടാക്കിക്കുന്ന രീതിയിൽ അപ്പോൾ ആ സ്ത്രീ ഒന്നിനും നിൽക്കണില്ല. അല്ലെങ്കിൽ ആ ഭാര്യ ഒരാളെടുത്തും തല്ലുകൂട്ടത്തിനോ ഒരാളോടും എതിർത്തോ പറയുന്നില്ല. പക്ഷെ തനിക്ക് പറയാനുള്ളതെല്ലാം ഭർത്താവിനോട് പറഞ്ഞ് ഭർത്താവിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരമ്മ പെറ്റ സഹോദരന്മാരാണെങ്കിൽ പോലും സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ വന്ന പെൺകുട്ടികളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ വീട്ടിൽ അമ്മായിയമ്മയാണെങ്കിലും സഹോദരിയാണെന്നുണ്ടെങ്കിലും, അതായത് ഭർത്താവിൻ്റെ അമ്മയാണെങ്കിലും സഹോദരിയാണെന്നുണ്ടെങ്കിലും എത്ര സ്നേഹപൂർവ്വം അല്ലെങ്കിൽ എത്ര മര്യാദപൂർവ്വം നിന്ന് കൊടുത്താലും ചില പെൺകുട്ടികൾക്ക് തന്നിഷ്ടമുണ്ട്. അതായത് അവരെ എതിർത്ത് പറയാൻ പാടില്ല. അവരെന്ത് ചെയ്താലും അത് ശരിയെന്ന് പറഞ്ഞു നിൽക്കണം. നമ്മൾ തെറ്റാന്ന് പറയാൻ പാടില്ല. തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് പിടിക്കില്ല. ഒരാൾ അവരെ തന്നെ വിമർശിക്കല്ല, എന്നാലും നമ്മളത് ചെയ്ത് തെറ്റാ അല്ലെങ്കിൽ ഇന്ന മാതിരി ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു വാക്ക് പറഞ്ഞു നോക്കി നോക്കൂ. അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് അത് ഇഷ്ടാവില്ല. അവർക്ക് അപ്പം ദേഷ്യം വരും. അവരപ്പം അത് ഭർത്താവിനോട് പോയിട്ട് വേറെ രൂപത്തിൽ ഇതിങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറയും. അത് കേട്ട് തുള്ളുന്ന ഭർത്താക്കന്മാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേറെ പോയി താമസിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ ഇവരുടെ ഈ കൂട്ടുകുടുംബത്തിൽ നിന്നിട്ട് ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നടക്കണില്ല എന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒറ്റയ്ക്ക് പോയിട്ട് ഭർത്താവിനും ആർക്കും മക്കൾക്കും സുഖമായിട്ട് ജീവിക്കാം. അപ്പോൾ ഒറ്റയ്ക്ക് പോയി ജീവിക്കാൻ താല്പര്യമില്ല, എന്തുകൊണ്ടാണ് പണിയെടുക്കണം എന്ന് മാത്രമല്ല ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് ഇവിടെ വീട്ടിൽ കാര്യങ്ങൾ നടക്കുകയാണ്. അതെനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്, ഇത് കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ അതെല്ലാം മുന്നിലേക്ക് എത്തുകയാണ്. മറിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ചെയ്യണം, ഭർത്താവിനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, നമുക്കുള്ളത് ഉണ്ടാക്കണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അത് കണക്ക് കൂട്ടിയിട്ടാണ് ഇവിടെ കടിച്ചു തൂങ്ങുക. അപ്പോൾ ആ കടിച്ചു തൂങ്ങുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കണ്ട. മറ്റുള്ളവർക്ക് എന്തായാലും ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ അവനവൻ മാറി താമസിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സ്നേഹവതിയായ ഭാര്യമാരെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലും കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ മുൻപിലത്തെ കാലഘട്ടത്തിൽ മാത്രമല്ല ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലും ഉണ്ട്. പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ അധികം കൂട്ടുകുടുംബങ്ങളില്ല, അണുകുടുംബങ്ങളായിട്ട് ജീവിച്ച് പോകുന്ന കാരണം അത്ര അങ്ങോട്ട് പുറത്തേക്ക് അറിയണില്ല എന്ന് മാത്രം. പിന്നെ എത്രയായാലും തൻ്റെ മക്കളും അച്ഛനും അമ്മയും എന്താ ചിന്തിക്കുക, തൻ്റെ മക്കൾ തങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്നിടത്തോളം കാലം ഉണ്ടാവട്ടെ എന്ന് ചിന്തിക്കും. അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അത് സഹിക്കാനായിട്ട് പൊറുക്കാനായിട്ടും ശ്രമിക്കും. പക്ഷേ അച്ഛൻ്റെ അമ്മയുടെയും ജീവിതം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അവരുടെ ഇഷ്ട സ്വാതന്ത്ര്യം ഒന്നും അവിടെ നടക്കില്ല. കാരണം ഇവർക്ക് വേണ്ടിയിട്ട് ഇവർ അവരുടെ ഇഷ്ടങ്ങളെല്ലാം വേണ്ടെന്ന് വെക്കുകയാണ്. അപ്പോൾ സ്നേഹവതിയായ ഭാര്യമാർ അല്ലെങ്കിൽ എന്തെന്നാ പറയുക, ഭർത്താവിനെ സ്നേഹിച്ച് കൊല്ലുന്ന ഭാര്യമാരുണ്ടാവുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അതുപോലെ ഇന്നിപ്പോൾ ഓൺലൈനിലൊക്കെ ഓർഡർ കൊടുക്കുന്ന കാലങ്ങളല്ലേ. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എന്താണെങ്കിലും ഒക്കെ ഓർഡർ കൊടുത്ത് വരും അല്ലേ. അപ്പം നമ്മൾ ഈ സാധനങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് വീടുകൾ വലുതാക്കാനായിട്ട് പറ്റില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ വാങ്ങിക്കുക. വെറുതെ ആവശ്യമില്ലാത്തത്
കാശെടുത്ത് വാങ്ങിച്ചിട്ട് വെറുതെ വെച്ചിട്ട് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പണം വെറുതെ നശിപ്പിച്ച് കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ ധൂർത്തടിച്ച് കളയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യ ഇതുപോലെ തന്നെയായിരുന്നു. മാറി മാറി സിനിമയ്ക്കൊക്കെ പോവും, പൊക്കോട്ടെ, അവരുടെ കാശ് കൊണ്ടാണ്. അച്ഛൻ അവിടെ വീട്ടിലില്ല, ഞാൻ പറഞ്ഞു ഭർത്താവ് നാട്ടിലില്ല, 2 ആഴ്ച കൂടുമ്പോഴേ വരുള്ളൂ. പക്ഷേ ഈ മക്കളെയും കൊണ്ടിട്ട് എല്ലാ സിനിമകൾക്കും പോവും, അങ്ങനെയൊക്കെ പോയിട്ട് വരും, രാത്രിക്ക് വരിക. അപ്പോൾ ഇതൊക്കെ അടുത്തുള്ളവർ അവരോട് ഭർത്താവിനോട് സൂചിപ്പിച്ച് കൊടുക്കുമ്പോൾ പറയും, അവർ വെറുതെ പറയും ഒക്കെ അസൂയും കുശുമ്പാണെന്ന് അത്ര പറഞ്ഞേക്കുന്നത്, ഒക്കെ അസൂയും കുശുമ്പാണ്, അതുകൊണ്ട് പറയാണ് നമ്മൾ നന്നായി ജീവിക്കുന്നത് കാണുന്നത് കൊണ്ടുള്ള അസൂയാണ്, അവർക്കൊന്നും അങ്ങനെ നടക്കണില്ലല്ലോ അതാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ കേട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഭർത്താവ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ ആ ഭർത്താവിന് കാര്യം മനസ്സിലാക്കിയിട്ട് അത് നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ എന്തുകൊണ്ടാണ് ഭാര്യ പേടിയല്ല, പക്ഷേ ഭാര്യേനെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മ, ഇങ്ങനെയുള്ള പുരുഷന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ തന്നെയാണ് അവരുടെ ജീവിതം തകർക്കുന്നതും കേട്ടോ. നമ്മൾ പലയിടത്തും കാണുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.